അല്ല, സാധ്യതയൊക്കെ ഉണ്ടാവും. പലരും ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ സംബന്ധിച്ച് അവർക്ക് ഈ PSC എക്സാം എഴുതാൻ പറ്റുമോ? UPSC എക്സാം എഴുതാൻ പറ്റുമോ? പട്ടാളത്തിൽ ചേരാൻ പറ്റില്ലല്ലോ. അവരെ കേരളത്തിൽ രാഷ്ട്രീയം തന്നെയാണല്ലോ ജീവനോപാധി. അപ്പൊ അവർക്ക് ജീവിക്കണ്ടേ? ഇതിങ്ങനെ അടിച്ച് യദുകുലം പോലെ അടിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് അടുത്ത ഓപ്ഷൻ തേടിപ്പോ. മനുഷ്യനല്ലേ, പ്രതീക്ഷകളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് കോൺഗ്രസ് എന്ന് മാത്രമല്ല, മറ്റു പല പാർട്ടിയിലും പോകും. കോൺഗ്രസ് കുറച്ചുകൂടി എളുപ്പമാണ്, തുറന്നിട്ട വാതിലായതുകൊണ്ട്. മറ്റേത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വേറെ ചില വാതിലുകൾ തുറന്നാൽ പിന്നെ കുത്തോയി കഴിക്കുക, അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എല്ലാ പാർട്ടിയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. ലോക്സഭാ ഇലക്ഷനിലെ BJPയുടെ പെർഫോമൻസിനെ ആശ്രയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുമ്പ് അങ്ങനെ പ്രത്യേകിച്ചൊരു ആളെ ഞാൻ കാണുന്നില്ല. കാരണം പ്രധാനപ്പെട്ട ആളെ ആരെ ലോക്കലായിട്ടൊക്കെ പോയേക്കാം, പ്രധാനപ്പെട്ട ആളുകൾ ആരും അങ്ങനെ പോകാൻ റെഡിയായി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ പത്മജ പോലും അങ്ങനെ പ്രധാനപ്പെട്ട ഒരാളല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ലീഡറുടെ മോളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ. ഇത്ര ലീഡർക്കാകപ്പെടെ 2 മക്കളല്ലേ ഉള്ളൂ. ഇതേ മുരളീധരൻ പോവില്ല. പിന്നെ ആന്റണീനെ പോകാവുന്ന മുമ്പ് മറ്റേ പയ്യൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഉമ്മൻചാണ്ടിന്റെ മക്കളെ 2-3 പേരും പോവില്ല. പിന്നെ ആരാ ഉള്ളത്? അങ്ങനെ ഏതെങ്കിലും VIPs വന്നാലല്ലേ പറ്റുള്ളൂ. പിന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരെങ്കിലും അവരാരും ഈ സമയത്ത് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ലോക്കലായിട്ടുള്ള ആരെങ്കിലും, ഇപ്പൊ രഘുനാഥിനൊക്കെ പോലുള്ള ആരെങ്കിലും പോയെങ്കിൽ അല്ല. BJPന്റെ തൊട്ടുകൂടായ്മ കുറച്ച് മാറ്റാൻ പറ്റൂ. കാരണം എന്താ വെച്ചാൽ ലീഡറുടെ ഇപ്പൊ കേരളത്തെ BJPയുടെ വളർച്ച തടഞ്ഞത് ലീഡറാണ്. കേരളം ബേസിക്കലി ഒരു ഹിന്ദു സൊസൈറ്റി കൂടിയാണ്. സവർണ ഹിന്ദു മൂല്യങ്ങൾക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് കേരളം. RSSന് ഏറ്റവും ചിട്ടയ സംഘടനാ പ്രവർത്തനം നടത്തുന്ന മേഖല കൂടിയാണ്. കേരളത്തിൽ ഹിന്ദുത്വമല്ല, ഹിന്ദു എന്നേ ഉള്ളൂ. അപ്പൊ ഹിന്ദു ആയിട്ടുള്ള ലീഡർ കോൺഗ്രസിന് നേതാവായി നിൽക്കുമ്പോൾ അത് പ്രാക്ടീസിങ് ഹിന്ദുവാണ്. എത്ര ഹിന്ദുക്കൾ 1-ാം തീയതി ഗുരുവായൂർ പോകുന്നത് ലീഡർ കൃത്യമായിട്ട് പോവുകയാണ്. അപ്പം അങ്ങനെയുള്ള ലീഡർ നിൽക്കുമ്പോൾ BJPക്ക് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ലീഡർ തന്ത്രപരമായി BJPന്റെ വോട്ട് ഇങ്ങോട്ട് മേടിക്കുന്ന BJPക്കാരെ തോൽപ്പിക്കുകയും ചെയ്തു. അതായത് ലീഡറിന്റെ പരിപാടി. ഇപ്പം പലരും പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ BJPക്കാരെ സമ്മതിച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ലീഡറിന്റെ മകള് പത്മജ ഇങ്ങോട്ട് വരുമ്പോൾ പത്മജ പോയല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പം BJPയുടെ അകത്ത് നിൽക്കുന്ന ഹിന്ദുക്കളുണ്ട് എപ്പോഴും അവർ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള. അപ്പൊ അവരെ സംബന്ധിച്ച് ആ തൊട്ടുകൂടായ്മ ഒന്ന് മാറിക്കിട്ടാൻ സഹായകരമാണ്. ആന്റണിയുടെ മോൻ പോകുമ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അത് സംഭവിക്കും. മുസ്ലിംസിൽ അങ്ങനെ അവർക്ക് പ്രിഡോമിനന്റ്, അബ്ദുള്ള കുട്ടി പ്രിഡോമിനന്റ് ആയിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി സീരിയസ് ആയി കരുതുന്ന ആളെന്നല്ല. അങ്ങനെ പിന്നെ ഈ പറയുന്ന BC എന്ന് വെച്ചാൽ ഒരു എലീറ്റ്, സലാം ഒരു എലീറ്റ് സർക്കിൾ എന്ന് വന്ന ഒരാളാണ്. അപ്പൊ കോൺഗ്രസിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് അങ്ങനെ ഒരു തലയെടുപ്പിൽ ആരും ഇതുവരെ പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവരുടെ നിലപാടും മാറും. അതായിരിക്കും അല്ലെ എത്തിരാന്ന് വിചാരിച്ചിട്ട് കൊടുക്കുക. BJP വളരെ ലിമിറ്റഡ് ആയിട്ട് പോസിബിലിറ്റി കേരളത്തുള്ളൂ. മറ്റു സ്ഥലങ്ങളിലുള്ള എല്ലാ സീറ്റും എടുത്ത് കേരളത്തിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഈ പറയുന്ന വെള്ളരിക്ക പട്ടണം എന്നുള്ള സിനിമയിൽ പറയുന്ന പോലെ നമ്മള് അതാണ് രാജ്യസഭയിൽ അയച്ചിട്ട് അവിടുന്ന് പിന്നെ മിസോറാമിന്റെ ഗവർണറാക്കുമെന്ന് പറയുന്നത്. അതൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അതൊരു പ്രശ്നമായിരിക്കും. പക്ഷേ BJP ആവുമ്പോൾ 4 ആൾ കൂടെ ഉണ്ടാവും. തല്ല് കിട്ടിയാൽ തിരിച്ചടിക്കാൻ 4 ആൾ കൂടെ ഉണ്ടാവും എന്നുള്ള ഫീൽ അത് പ്രധാനപ്പെട്ട. കേരളത്തിൽ നിങ്ങൾ പ്രബുദ്ധമായും കേരളത്തിലെ രാഷ്ട്രീയത്തെ തീരുമാനിക്കുന്നത് തല്ലാണ്, തല്ലിനോടുള്ള പേടിയാണ്. ആ തല്ലിലുള്ള പേടിയാണ് നിങ്ങളിപ്പം പ്രബുദ്ധത എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യമുണ്ടോ? തല്ല് കിട്ടിയാൽ 4 ആൾ ചോദിക്കുകയാണ് ദേശീയ തലത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് ഇടപെടാൻ ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളൊരു ഫീല്. അതാണ് പ്രധാനമായിട്ട്. പിന്നെ മറ്റു ആസ്പിറേഷൻസ് ഉണ്ടാവും, എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഈ വടക്കനൊക്കെ നിങ്ങൾ എന്താ ഈ വടക്കൻ എന്താ ഉള്ളത്? വടക്കൻ ഇവിടെ എന്താ സ്പേസ് ഉണ്ടോ? തൃശ്ശൂർ ഇന്നലെ അയാൾ വാർഡിലേക്ക് പത്മജ ഒറ്റയ്ക്കാണ് ഇത്രയും വോട്ട് പിടിച്ചത്. പത്മജ വടക്കനെക്കാട്ടും ഭേദമാണ്. ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സഭയുടെ സപ്പോർട്ട് ഇത്ര ഉണ്ട് നമുക്ക് അറിയില്ല. പലരും സഭയുടെ സപ്പോർട്ട് ഉണ്ട്. അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയും അങ്ങനൊന്നുമില്ല, അതിനോട് അനുവാദം ചോദിച്ചിരുന്നു. പിന്നെ സഭ ആ സമയത്ത് സഭയുടെ താല്പര്യം ഇലക്ഷന്റെ മൊത്തം ട്രെൻഡ് നോക്കിയിട്ട് സഭ തീരുമാനം എടുക്കും. വടക്കരെന്ന് കൂട്ടെ, വടക്കൻ ഇപ്പൊ ദേശീയ തലത്തിലെങ്കിലും ലൈവായി നിൽക്കുന്ന BJPയിലുള്ളതുകൊണ്ട് വക്താവ് കാണാൻ ഇടയ്ക്ക് വന്ന് നികേഷ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റും.